അതെ, ഞാൻ മോർച്ചറിയിൽ നിന്നാണ് വരുന്നത്. മോർച്ചറിയിൽ നിന്ന് പെൺകുട്ടിയെ നേരത്തെ 1 മണിക്കൂർ മുമ്പ് വിട്ടു. ഇപ്പോൾ നമ്മളെ കുട്ടിയെ ഈ 5 മിനിറ്റ് മുമ്പാണ് വിട്ടത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കാണും. പിന്നെ അവൻ്റെ ബോഡി ഏതാണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് പല സൈഡിൽ, ബാക്ക് സൈഡിലാണ് നല്ല ഒരു പൊട്ടലുണ്ട്. ഇവിടെ ഒരുപാട് ബ്ലഡ് സ്ട്രെച്ചറിലുണ്ട്. കൊച്ചുമോൻ്റെ അവരെ കണ്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വിട്ടിട്ട് പിന്നെ ഡോക്ടർ എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. IC തന്നെ പോയത്. ഞാനും ബ്ലോക്ക് മെമ്പറും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞത് തലയിൽ 13 സ്റ്റിച്ചിങ് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു അമ്മയ്ക്ക്, ഷമിക്ക്. പിന്നെ മുഖത്ത് ഈ 2 കണ്ണിൻ്റെ താഴെ സൈഡിലെല്ലാം എല്ലും പൊട്ടിയിട്ടുണ്ട്. പിന്നെ വാ തുറക്കത്തില്ല. അപ്പം നമ്മൾ ജ്യൂസ് ഐറ്റങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ പിന്നെ സംസാരിക്കും. എനിക്ക് അവൾ ആ സംസാരം അറിയാമെന്നുണ്ട്. ഞാൻ കുറേ ചെവി അടുത്ത് പിടിച്ച് സംസാരിച്ച് അവൾ കരയും. എന്നെ കണ്ടപ്പോൾ കരയും. അഫാനെ ചോദിക്കുകയും ചെയ്തു. കൊച്ചുമോന, മാമച്ചി മോനഞ്ഞ് കൊണ്ടുവരണം, രണ്ടാമത്തെ കുട്ടിയെ മോനഞ്ഞ് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം ഷമി എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരണം ഡോക്ടർ നിൽക്കേ. അവൾ അങ്ങനെ കുറച്ച് അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് ശ്വാസം എടുത്ത് പറയുന്നുണ്ട്. വ്യക്തമായി അത് കുറച്ച് അറിയാം. അങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവൻ എന്തെങ്കിലും ഉണ്ടോ, മുറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഷെമി അറിഞ്ഞിരിക്കണം. അഫാനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അവർക്ക് കൊച്ചിനെ കാണണം എന്നുള്ളതിലാണ്. ഞാൻ 1.5 വർഷം മുമ്പ് ഈ വീട്ടിലെ എന്ത് കാര്യത്തിനും എന്നെയാണ് അവൾ വിളിക്കാറുള്ളത്, മാമ എന്ന നിലയിൽ. അവൾക്ക് RCCയിലെ ട്രീറ്റ്മെൻറ്റിന് പോണേൻ്റെ അന്നും വെഞ്ഞാറമൂട്ടിൽ അവളെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ RCC പോകേണ്ട കാര്യമാണെന്ന് പറയുമ്പോഴും എന്നെയാണ് വിളിച്ചിട്ട് ആവശ്യ ലാബിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാണ് സംസാരിക്കുക. അതുകൊണ്ട് പിന്നെ RCCയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഡോക്ടർ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രവർത്തനം എന്നല്ല, അന്ന് ഞാൻ തലേക്കുന്ന് വിശ്വസ്തൻ്റെ കൂടെ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വരെ അതായിരുന്നു. അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നടന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു. 1.5 വർഷത്തിന് ശേഷം യവൻ വലുതായി +2 ആയപ്പം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. വലുതായല്ലോ, പിന്നെ അതിലേക്ക് വരുന്നില്ല. അവർക്ക് വലിയ വിഷയങ്ങൾ. പിന്നെ ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഗൾഫിൽ അവൻ കൊണ്ടുപോയി, എല്ലാവരെയും കൊണ്ടുപോയി തിരിച്ചു വന്നു. ഒരു 10 മാസത്തോളം അവിടെ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്തു. അവന്റെ സഹായമാണല്ലോ, വേറെ ആരെയും സഹായമില്ലല്ലേ. ഇവര് ഒന്നുമില്ലാത്ത ഒരു 50 രൂപയ്ക്കുള്ള സാധനം എടുത്ത് കഴിക്കാൻ പോലും ഇല്ലാത്ത ഈ കുടുംബത്തിലുള്ളതാണ് ഇവർ രണ്ടുപേരും. റഹീമും അതേപോലെയാണ്. ഇന്ന് റഹീമിന്റെ വീട്ടിൽ പോയാൽ ചാണാമൊഴിയ വീടാണ്. ഞാൻ ഇവളായിട്ട് പോകും. അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് അമ്മയുടെ കൂടെ. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ തന്നെ ഈ വീട് വാലയാച്ചിൻ്റെ അന്ന് അമ്മയ്ക്ക് അങ്ങ് പോകണം. ഇവിടെ എങ്ങും കിടക്കൂല. എല്ലാ മക്കൾ 11 മക്കളാണ്ട് ഉണ്ട്, ആണും പെണ്ണുമായിട്ട്. ചുറ്റളവിൽ തന്നെ 2-3 പേരുണ്ട്. പക്ഷേ ചാണമൊഴിയ വീടാണ്, പഴയ വീടാണ്. അത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ അടുത്ത് ഇവർക്ക് വേണ്ടി ഒരു വീട് മക്കൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ എവിടെ കിടക്കുന്നത്? വിദേശത്ത് പോയി സമ്പാദിച്ച പണമാണ്. അവന്റെ പൈസ, അവന്റെ വരുമാനമാണ്, വേറെ ആരുടെ വരുമാനമല്ല. എന്താ പ്രണയം ബന്ധമുണ്ടെന്ന് റഹീമിന് അറിയാമോ എന്നുള്ള അറിയില്ലല്ലോ. അല്ല, അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല. എങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എതിർച്ചയിൽ ഞാൻ ആറ്റിങ്ങൽ റോട്ടിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് വരുമ്പോൾ HP പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് യവനും അഫാനും ഒരു പെൺകുട്ടിയുടെ ബാക്കിയിരിക്കണം. എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് മുഖം മറച്ചോളാം. കാരണം എനിക്ക് അവൻ അങ്ങനെ ഒരു ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. പക്ഷേ ഹെൽമെറ്റ്, 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ല. അപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെന്ന് വൈഫിനോട് പറയുകയും ചെയ്ത് ഇങ്ങനെ അവൻ പോകണമെന്ന് പറഞ്ഞു. പിള്ളേരല്ലേ എന്ന് പറഞ്ഞു. മുമ്പ് വീട്ടിൽ വെച്ച് എലി വിഷം കഴിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് എലിയൊക്കെ വയ്ക്കാൻ വെച്ചിരുന്ന അന്ന് മെഡിക്കൽ കോളേജിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ അന്ന് മൊബൈലിൻ്റെ ഇത് 3 മൊബൈൽ ഇത് ആയില്ല. അല്ല, 5-6 പഠിക്കുമ്പോഴാണെന്ന് എനിക്കൊന്നും എൻ്റെ വിഷയം. എന്തോ പറഞ്ഞത് അതിനടുത്ത് കഴിച്ചു, ഇത്രയേ ഉള്ളൂ. വേറെ ഇല്ല, ഉപയോഗിക്കുന്നതായിട്ട് എനിക്കിതുവരെ അറിവില്ല. ഇല്ല, ഞാൻ എൻ്റെ ആരും പറഞ്ഞിട്ടുമില്ല. ഈ ശവസംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചത് കുടുംബം സംബന്ധിക്കുന്നത് 4 പേരെ ഒരുമിച്ച് ഒരു ജമാഅത്ത്, പാങ്ങോട് ജമാഅത്തിലാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. നമ്മൾ തീരുമാനിച്ചിരുന്നത് പൊതുദർശനം മോനെ ഇവിടെ കൊണ്ടുവരും. അതേ നമുക്ക് പറയാൻ പറ്റൂ. ഇവിടെ ജംഗ്ഷനിൽ ആ കടയുടെ മുന്നിൽ ഒരു ടാർപ്പ കെട്ടിയിട്ട് കുറച്ച് നാട്ടുകാർക്ക് ബന്ധുക്കൾ കാണാൻ വേണ്ടി വെക്കാൻ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. സ്കൂളിൽ വെക്കണ്ടെന്ന് വിചാരിച്ച്. എല്ലാവരെയും കണ്ടു. പെൺകുട്ടിയെയും കണ്ടു. പെൺകുട്ടിക്ക് ഇവിടെയാണ് ഒരു വലിയൊരു മുറിവ് കാണുന്നത്. ആ ചിറ്റലിൻ്റെ എത്ര വലിപ്പമുള്ള ചിറ്റലാണോ ആ വലിപ്പം തന്നെയാണ് ഉള്ളിലോട്ടുള്ളത്. ഞാൻ ഷമിയോട് സംസാരിച്ചു. ബോധമുണ്ട്. എന്നെ കണ്ട് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു.
കരഞ്ഞു, ഇളയ മകനെ എന്നെ കണ്ട കുറിച്ചാണ് കരഞ്ഞു. തിരക്കിയതല്ലേ? എന്താ ഇളയ മോനെയാണ് തിരക്കിയത്. കാരണം ഇളയ മോനെയാണ് തിരക്കിയത്. മറ്റെൻ്റെ ആ പ്രവൃത്തി അവൾ കാണണമല്ലോ. അതുകൊണ്ട് ഇളയ മോനെയാണ് തിരക്കിയത്. മോനെ കാണണം, മാമിച്ച് കൊണ്ടുപോവാന്ന് ഞാൻ മുമ്പോട്ട് നടക്കുമ്പോഴും അവൾ പറയുന്നത് മാമിച്ച് മോനെ കൊണ്ട്. നേരത്തെ ഇവരെ ഇല്ല, ഉപദ്രവമൊന്നുമില്ല. ഇല്ല, ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ പറയും. ഇല്ല, ക്ഷമ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇല്ല ചോദിക്കുന്ന അതല്ലല്ലോ നമുക്ക് ചോദിക്കാൻ. എന്താണ് അഫാൻ കാണിച്ചതെന്ന് നമുക്ക് ചോദിക്കാൻ. വരട്ടെ, അവൾ വരും. അതെന്നാണ് എൻ്റെ ഉറപ്പ്. ഞാൻ കണ്ടത്. ഞാൻ ഇന്ന് 2 പ്രാവശ്യം കണ്ടു. രാവിലെ ഞാൻ കയറി കണ്ടു, 9 മണിയാകുമ്പോൾ ഞാൻ കയറി കണ്ടു. ഇപ്പം എന്നെ ഡോക്ടറെ വിളിച്ച് വീണ്ടും കാണിച്ചു. മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം അവൾ എന്നെ കണ്ട് എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു, കരയുന്നു. പിന്നെ എന്നോട് മോനെ കാണണം എന്ന് പറയുന്നു. അത് മെച്ചമാണല്ലോ. വലിയ മെച്ചമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നോളാം. ഡോക്ടർ പറഞ്ഞത് ഇതാണ്, ആഹാരം 24 അവർ കാണണം. തലയ്ക്കകത്ത് നല്ല നീർക്കെട്ടാണ്, നല്ല നീരുണ്ട്. ഞാൻ പറഞ്ഞ് മുഖത്ത് തന്നെ കാണാൻ വയ്യ, എനിക്ക് തിരിച്ചറിയാൻ വയ്യായിരുന്നു. ഞാൻ അടുത്ത് നിന്നിട്ട് ക്ഷമിയാതാണെന്ന് ചോദിച്ചു. കാരണം എനിക്ക് അത്ര അറിയാൻ വയ്യാതായിപ്പോയി. അത്ര മുഖമൊക്കെ കൊണ്ടങ്ങ് വളരെ ആയി. മോൻ ഒരുപാട് മുറിവ് ഉണ്ട്. ഇവിടെയാണ് അവൻ്റെ റൈറ്റ് സൈഡിൽ ചെവിയുടെ തൊട്ട് മുകളിലുള്ള ഒരു അടിയാണ്. അതാണ് അവൻ്റെ മരണത്തിന് കാരണമെന്ന് തോന്നുന്നു.